ഒരു മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ ആ മനുഷ്യൻ്റെ തീക്ഷണശക്തിയെ വളരെയധികം പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ദുഃഖിച്ചു കൊണ്ടിരിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിനായി പ്രത്യേകിച്ച് പ്രയത്നമൊന്നും തന്നെയില്ല. ഏതു സാഹചര്യമാണോ വന്നുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലേക്ക് മനസ്സിനെ ചെലുത്തുക, അതിൽ ദുഃഖിച്ചുകൊണ്ടേയിരിക്കുക. ഇതിനായി വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. ഇതിനായി ജീവിതത്തിൽ തീരുമാനങ്ങളുടെ ആവശ്യമില്ല. മാനസികമായ യാതൊരു പ്രയത്നങ്ങളുടെയും ആവശ്യമില്ല. ഭൗതികമായ യാതൊരു വ്യക്തിയുടെയും ആവശ്യമില്ല. ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ട സാഹചര്യത്തിൽ പെട്ടിരിക്കുന്നു. അതിനുശേഷം ആ വ്യക്തി ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ ആ വ്യക്തി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും എളുപ്പമുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നതാണ് സത്യം. ദുഃഖത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുക എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. നിരന്തരമായിരിക്കുന്ന ദുഃഖത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ, തീക്ഷണമായ ഒരു ദുഃഖത്തെ സ്വയം വഹിക്കുവാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിക്ക് ആ ദുഃഖത്തിൽ തന്നെ തുടരേണ്ടതായി വരും. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊരു കുഴിയിൽ പെട്ടുപോയെങ്കിൽ ആ കുഴിയിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനുള്ള പ്രയത്നം ആ കുഴിയിൽ തന്നെ വിശ്രമിക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല. ഇതുപോലെയാണ് ജീവിതവും. നിങ്ങളൊരു ദുഃഖത്തിൻ്റെ കയത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു കഷ്ടതയെ ഏറ്റെടുക്കുവാനുള്ള സമയമായിരിക്കുന്നു എന്നതാണ് അർത്ഥം. നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെയും തീരുമാനിച്ചിട്ടില്ലാത്ത അത്രയും കഠിനമായ ചില തീരുമാനങ്ങൾ സ്വീകരിക്കേണ്ട സമയമായി എന്നുള്ളതാണ് അർത്ഥം. അത്തരത്തിലുള്ള തീരുമാനങ്ങളും അത്തരത്തിലുള്ള അഗ്നിയിൽ കൂടിയുള്ള നടത്തവും കൊണ്ട് മാത്രമേ നിങ്ങളുടെ ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടുവാൻ സാധിക്കുകയുള്ളൂ. ദുഃഖത്തിൽ നിന്നും മോചനം നേടുവാൻ ലളിതമായ വഴികൾ, സുഖകരമായ വഴികൾ ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട. കാരണം അത്തരത്തിലുള്ള വഴികളൊന്നും തന്നെയില്ല. ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള മാനസിക പോരാട്ടത്തിൻ്റെ ഭാഗമായി ദുഃഖം ഒഴിഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പലതും ഒഴിഞ്ഞു പോകേണ്ടതായി വരും. അത് ചില സ്ഥലങ്ങളാകാം, ചില വ്യക്തികളാകാം, ധനമാകാം, പദവിയാകാം, പലതുമാകാം. അതിനെയെല്ലാം അനുവദിക്കുകയും ജീവിതത്തിനെ പൂർണ്ണമായി പുനരാരംഭിക്കുവാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്താൽ ദുഃഖത്തിൽ നിന്നുമുള്ള മോചനം നിങ്ങൾക്കും സാധ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കാൻ വിധിക്കപ്പെട്ടവരായി തന്നെ തുടരും. Thank you for watching. Please support and subscribe.